മോഷണമൊഴിയാതെ മാറനല്ലൂർ ഗ്രാമം. ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. മാറനല്ലൂർ ഊരുട്ടമ്പലം ഗോവിന്ദമംഗലം പെരുമന കട്ടറക്കുഴിയിൽ പ്രതാപചന്ദ്രന്റെ നന്ദാവനം വീടിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് മോഷണം. 5 പവനിലധികം സ്വർണവും 1 ലക്ഷത്തിലധികം രൂപയും കള്ളൻ കൊണ്ടുപോയി. 15 പവൻ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം 10 പവൻ കള്ളന്റെ കണ്ണിൽപ്പെടാതെ തിരികെ ലഭിച്ചു. വീട്ടുകാർ ഈ സമയം കുട്ടികളുടെ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കുകയായിരുന്നു. വീടിന്റെ പിന്നിലെ വാതിൽ ആയുധം ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് മോഷണം. വീടിനകത്ത് കയറി കിടപ്പുമുറിയിലെ അലമാരയിലെ ഡ്രോയർ വലിച്ചു തുറന്നാണ് 1 ലക്ഷം രൂപയും 1.25 പവൻ തൂക്കം വരുന്ന ഒരു വളയും 1 പവന്റെ ഒരു മുത്തുമാലയും ചുട്ടിയോടുകൂടിയ 1.25 പവന്റെ മറ്റൊരു മാലയും 1/2 പവന്റെ ഒരു മോതിരവും 1/4 പവന്റെ അഞ്ചു കൃഷ്ണ എന്ന് പേരുകൊത്തിയ മറ്റൊരു മോതിരവും 2 ഗ്രാം തൂക്കം വീതമുള്ള 2 മോതിരങ്ങളും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമായിരുന്നു മോഷണം. ഞങ്ങൾ രാവിലെ പിള്ളേർക്ക് ആനുവൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ 3 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രി ഒരു 8:45 9 മണിയായപ്പോഴാണ് വന്നത്. അപ്പോഴത്തേക്ക് വണ്ടി ബാക്കിലോട്ട് ഇറക്കാൻ ചേട്ടൻ ഇറക്കിക്കൊണ്ടുവന്ന സമയത്ത് ഞാൻ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. തള്ളി നോക്കിയപ്പോഴും അകത്തുനിന്ന് കുറ്റി കിടക്കണോണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടുന്ന് നേരെ ചെന്ന് ഫീസ് ഊരി വെച്ചിരിക്കുകയായിരുന്നു. അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് കറണ്ട് വന്നതിന് ശേഷം വടക്കേ വശത്തൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കതക് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി ഇതിനകത്തുണ്ടായിരുന്ന സ്വർണവും പൈസയും എല്ലാം അവരെടുത്തുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. ഒരു 5 പവന്റെ സ്വർണവും 1 ലക്ഷം രൂപയും. പോലീസ് വന്ന് ഫോറൻസിക്കാരൊക്കെ വന്ന് ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്താ വെച്ചാൽ പറയാൻ വേറെ തെളിവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് അവര് മിസ് ചെയ്ത എടുക്കാതെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോയി. അബദ്ധം പറ്റി എടുക്കാതെ പോയതാ. ബാക്കിയെല്ലാം എടുത്തോണ്ട് പോയി. മാറനല്ലൂരിൽ നിരവധി മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടും നാളിതുവരെ കള്ളനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ആശങ്കയിലും പേടിയിലുമാണ് മാറനല്ലൂർ പ്രദേശത്തെ ജനങ്ങൾ. ഇപ്പോൾ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചിരിക്കുകയുമാണ്.